നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. കഴിഞ്ഞ 2 ദിവസമായി വിഴിഞ്ഞം പദ്ധതി തന്നെയാണ് പത്രങ്ങളിലെല്ലാം തന്നെ പ്രധാനമായി വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നും വിഴിഞ്ഞം പദ്ധതി തന്നെയാണ് എല്ലാ പത്രങ്ങളിലെയും പ്രധാന വാർത്തയായി വരുന്നത്. ആദ്യം മാതൃഭൂമി പരിശോധിക്കുമ്പോൾ വിഴിഞ്ഞം ഡ്രീംസ് എന്നാണ് മാതൃഭൂമി തലക്കെട്ട് നൽകിയിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഒരേ വാർത്തയാണെങ്കിലും വ്യത്യസ്തമായ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നു എന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കപ്പലെടുക്കുന്ന ഒരു സാമ്യത ആ ചിത്രങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത്തരത്തിലല്ല, വ്യത്യസ്തമായ ചിത്രങ്ങളാണ് എല്ലാവരും പങ്കുവച്ചിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. എന്തായാലും മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ വിഴിഞ്ഞം ഡ്രീംസ് എന്നാണ്. കാരണം വിഴിഞ്ഞം പദ്ധതി അതൊരു സ്വപ്ന പദ്ധതി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകളുള്ള വ്യവസായ രംഗത്തേക്കെല്ലാം തന്നെ കേരളത്തെ കൈപിടിച്ചു വരുത്തുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷ, ആ ഒരു സ്വപ്നം മാതൃഭൂമി പങ്കുവെക്കുന്നുണ്ട്. വിഴിഞ്ഞം ഡ്രീംസ് എന്നാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. മാത്രമല്ല എന്തെല്ലാമാണ് വിഴിഞ്ഞം പദ്ധതിയിലൂടെ ഉണ്ടാകുന്ന നേട്ടമെന്നെല്ലാം തന്നെ മാതൃഭൂമി പറയുന്നുണ്ട്. അന്താരാഷ്ട്ര വാണിജ്യ രംഗത്ത് പ്രബല ശക്തിയാകും എന്ന് പറഞ്ഞ സർബാനന്ദ സോനോവാൾ എന്ന കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ പറയുന്നുണ്ട്. അടുത്ത 3 ഘട്ടം 4 വർഷം കൊണ്ട് പൂർത്തിയാകുമെന്ന കരുൺ അദ്വാനിയുടെ വാക്കുകൾ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിഴിഞ്ഞം വികസനത്തിന് 5000 കോടിയുടെ പാക്കേജ് വേണമെന്നെല്ലാം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആവശ്യങ്ങൾ, അതായത് എന്താണ് ഒരു പ്രതീക്ഷ എന്നെല്ലാം തന്നെ കൊടുത്തുകൊണ്ടാണ് മാതൃഭൂമി മനോഹരമായ രീതിയിൽ ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഇനി മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിലെ തന്നെ മറ്റ് വാർത്തകൾ പരിശോധിക്കുമ്പോൾ കേരളം നീതി ആയോഗിന്റെ സൂചികയിൽ കേരളം നമ്പർ 1 ആയി എന്നുള്ള വാർത്ത മാതൃഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത, അവധിക്ക് കേന്ദ്രാനുമതി ലഭിച്ചില്ല, വിജിലൻസ് ഡയറക്ടർ സ്വയം വിരമിക്കുന്നു എന്ന ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത് കെജ്രിവാളിന്റെ വാർത്ത നൽകിയിട്ടുണ്ട്. ജാമ്യമുണ്ട് പക്ഷെ പുറത്തിറങ്ങാനാകില്ല എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ അനന്ത് അംബാനിയുടെ ആ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. മുകേഷ് അംബാനി കൂടി പങ്കെടുത്ത ആ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് മാതൃഭൂമി വാർത്ത നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കാലിക്കറ്റ് സർവകലാശാലയിൽ VC ഗവർണർ നിശ്ചയിച്ചു എന്നൊരു വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത രസകരമായ ഒരു വാർത്തയാണ്. കൈമറന്ന് കളം നിറഞ്ഞ ജിസ്മ എന്നൊരു വാർത്ത. കൈയില്ലാത്ത ഒരു കുട്ടി നേടിയ വിജയത്തിന്റെ അവൾ ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേർന്ന വഴികൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത, മനോഹരമായ ഒരു വാർത്ത കൂടി മാതൃഭൂമി നൽകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കലാമണ്ഡലം വിദ്യാർത്ഥികൾക്ക് ഇനി മാംസാഹാരവും എന്നുള്ള ഒരു വാർത്തയാണ് മാതൃഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഉൾപേജിലേക്ക് പോകുമ്പോൾ കേന്ദ്ര തൊഴിൽ പദ്ധതി നടപ്പാക്കിയതിൽ തട്ടിപ്പ് CAG എന്നുള്ള ഒരു വാർത്ത മാതൃഭൂമി കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്പം പ്രാധാന്യത്തോടു കൂടി തന്നെ ഉൾപേജിലാണെങ്കിലും മാതൃഭൂമി ആ വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, മാതൃഭൂമി ഉൾപേജിലാണെങ്കിലും വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട മറ്റ് അനവധി വാർത്തകളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ട് സാൻ ഫെർണാണ്ടോ ഇന്ന് രാത്രി മടങ്ങുമെന്നുള്ള വാർത്തകളും, അതുപോലെ തന്നെ വേദിയിൽ തിരയടിച്ച് രാഷ്ട്രീയം, ഉമ്മൻചാണ്ടി ഓർക്കാൻ വിൻസെന്റ് മാത്രമെന്നുള്ള ഒരു വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. ആരാണ് വിഴിഞ്ഞത്തിന്റെ യഥാർത്ഥ അവകാശി എന്നുള്ള ചോദ്യം കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ടെല്ലാം തന്നെ ഉയർന്നു കേൾക്കുകയാണ്. എന്തായാലും അത് ഇപ്പോഴും ഉണ്ട് എന്ന് കാണിക്കുന്ന 1-2 വാർത്തകൾ മാതൃഭൂമിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അടുത്തത് മലയാള മനോരമയാണ്. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ ഏറ്റവും ടോപ്പിൽ വരുന്നത് പൂർണ്ണ വിജയം 2028 എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ് വാർത്തയെ നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു ചിത്രമാണ്. മുഖ്യമന്ത്രിയും വിവാസവനെല്ലാം കൂടി ഒരു കുട്ടിക്ക് കൈകൊടുത്ത് നിൽക്കുന്ന ഒരു ചിത്രമാണ്. ഒരു വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രം തന്നെയാണ് മനോരമ പങ്കുവച്ചിട്ടുള്ളത്. അതേസമയം തന്നെ രസകരമായ മറ്റൊരു വാർത്ത കൂടി മനോരമ നൽകിയിട്ടുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികൾ അവരുടെ ജോലിക്കിടയിൽ അവർക്കൊരു നിധി കിട്ടി, അയ്യോ ബോംബല്ല അത് നിധി തന്നെയാണ് എന്ന് പറയുന്ന ഒരു വാർത്ത, രസകരമായൊരു വാർത്ത മനോരമ നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ആഘോഷ കല്യാണം എന്ന രീതിയിൽ അനന്ത് അംബാനിയുടെ കല്യാണത്തെ പറ്റി ഒരു ചിത്രമെല്ലാം നൽകിയിരിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. മറ്റൊന്ന്, ഡോക്ടർ P രവീന്ദ്രനെ കാലിക്കറ്റ് VC ചുമതല എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ നിശ്ചയിച്ച VC സംബന്ധിച്ച വാർത്തകളെല്ലാം തന്നെ മനോരമ ഒരു സൈഡിൽ ഒതുങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ വരുത്താനായിട്ട് മനോരമ ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ED കേസിൽ കെജ്രിവാളിന് ജാമ്യം എന്നുള്ള വാർത്തയും അടിയന്തരാവസ്ഥയുടെ ഓർമ്മപ്പെടുത്തലുമായി ജൂൺ 25 ഭരണഘടനാ ഹത്യാദിനമെന്ന കഴിഞ്ഞ ദിവസത്തെ അമിത്ഷായുടെ വാക്കുകളെല്ലാം തന്നെ വാർത്തയെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, കേരളം വീണ്ടും 1ാമത് എന്നുള്ള വാർത്തയാണ്. നീതി ആയോഗിന്റെ പട്ടികയിൽ കേരളം 1ാം സ്ഥാനത്ത് വന്ന വാർത്തയും മനോരമ നൽകിയിട്ടുണ്ട്. തൊഴിൽ നികുതി കുത്തനെ കൂട്ടി എന്നുള്ളൊരു വാർത്ത മനോരമ ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ പിരിക്കുന്ന തൊഴിൽ നികുതിയുടെ സ്ലാബുകൾ സംസ്ഥാന സർക്കാർ കുത്തനെ കൂട്ടി എന്നുള്ള വാർത്തയാണ് ഫ്രണ്ട് പേജിൽ തന്നെ മനോരമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മനോരമയുടെ ഉൾപേജുകളിലേക്ക് പോവുകയാണെങ്കിൽ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കപ്പലിന് കട്ട സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേജ് വിഴിഞ്ഞത്തിന് വേണ്ടി മാത്രമായിട്ട് മനോരമ മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. വിഴിഞ്ഞം പിണറായിയുടെ നന്ദി പട്ടിക എന്ന് കൊടുത്തുകൊണ്ട് അദാനിയുണ്ട് പക്ഷേ ഉമ്മൻചാണ്ടി ഇല്ല എന്ന് പറയുന്ന ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ തർക്കത്തിലേക്ക് തന്നെ വഴിതെളിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. അല്ലെങ്കിൽ
അതിനെ സൂചിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് മനോരമയുടെ അദാനിയുണ്ട് പക്ഷേ ഉമ്മൻചാണ്ടി ഇല്ല എന്ന് പറയുന്ന ആ വാർത്ത സൂചിപ്പിക്കുന്നത്. അടുത്തത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ യുഗാരംഭം എന്നാണ് ദേശാഭിമാനി തലക്കെട്ട് നൽകിയിരിക്കുന്നത്. വ്യത്യസ്തമായൊരു തലക്കെട്ടായി തന്നെ കാണാം യുഗാരംഭം. കാരണം വലിയൊരു പ്രതീക്ഷയുടെ ഒരു യുഗത്തിന്റെ തന്നെ ആരംഭം കുറിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം എന്നാണ് ദേശാഭിമാനി പറഞ്ഞു വെക്കുന്നത്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട എന്തെല്ലാമാണ് വിഴിഞ്ഞത്തിന്റെ മികവെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2028 സമ്പൂർണ്ണ തുറമുഖമാകുമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളെല്ലാം തന്നെ ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നീതി ആയോഗിന്റെ പട്ടികയിൽ കേരളം ഒന്നാമതെത്തിയ വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ നൽകാനായിട്ട് ദേശാഭിമാനി ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് എറണാകുളത്ത് സംഘടിപ്പിച്ചിരുന്ന AI കോൺക്ലേവ് സമാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പിന്നെ ദേശാഭിമാനിയെ സംബന്ധിച്ചിടത്തോളം ഉൾപേജിലേക്ക് വരുമ്പോൾ ഒരു ട്രിവ്യൂ എന്ന് പറയുന്ന തിരുവനന്തപുരം വ്യൂ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പേജ് അത് വിഴിഞ്ഞത്തിനായി മാറ്റിവെച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 421 കോടി രൂപ എന്ന് പറയുന്ന ഒരു വാർത്ത കൂടി മാതൃഭൂമി പ്രാധാന്യത്തോടു കൂടി തന്നെ ഉൾപേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് ദേശാഭിമാനിയുടെ ഏറ്റവും അകത്തളത്തെ പേജിലേക്ക് വരുമ്പോൾ കപ്പൽ ചാകര എന്ന് പറഞ്ഞുകൊണ്ട് വിഴിഞ്ഞത്തെ ഒരു സവിശേഷതകളും പ്രതീക്ഷകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വാർത്ത കൂടി ദേശാഭിമാനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് ജന്മഭൂമിയാണ്. ജന്മഭൂമി വിഴിഞ്ഞം വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വിഴിഞ്ഞം വാർത്ത എന്ത് തന്നെയാണെങ്കിലും ട്രയൽ റൺ തുടങ്ങി വിഴിഞ്ഞമിനി വികസന ഇടം എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ നൽകിയിട്ടുണ്ടെങ്കിലും ജന്മഭൂമിയുടെ ഹൈലൈറ്റ് അതൊന്നും തന്നെയല്ല. ജന്മഭൂമി പറയുന്നത് ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസ് എന്ന ഒരു വാർത്തയാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ജന്മഭൂമി എടുത്തിരിക്കുന്നത്. അത് അടിയന്തരാവസ്ഥ തുടങ്ങിയ ജൂൺ 25 അത് ഹത്യാ ദിവസമാണ്, ഭരണഘടനയുടെ ഹത്യാ ദിവസമാണ്, സംവിധാൻ ഹത്യാ ദിവസ് എന്ന അമിത്ഷായുടെ വാക്കുകളാണ് ജന്മഭൂമി പ്രധാന തലക്കെട്ടോടു കൂടി നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് മോദിക്ക് ആശംസയും പിന്തുണയുമായി CBCI നേതൃത്വം എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. മറ്റൊരു പ്രധാന വാർത്ത നീതി നിഷേധിക്കപ്പെട്ട സമൂഹമായി. മറ്റൊരു പ്രധാന വാർത്ത ഹിരൺമയി പാണ്ഡെയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. നീതി നിഷേധിക്കപ്പെട്ട സമൂഹമായി സംസ്ഥാന സർക്കാർ ജീവനക്കാർ മാറിയെന്ന വാർത്തയാണ്. അതാണ് ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കാനായിട്ട് ജന്മഭൂമി ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇനി കേരള കൗമുദിയിലേക്ക് വരാം. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ ചെലവ് കുറച്ച് നികുതി പിരിച്ച് വരുമാനം കൂട്ടാൻ സർക്കാർ എന്ന വാർത്ത അതീവ പ്രാധാന്യത്തോടു കൂടി തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ വിഴിഞ്ഞത്തിലേക്ക് വരികയാണെങ്കിൽ 2028 വിഴിഞ്ഞം 4ാം ഘട്ടവും പൂർത്തിയാക്കും. 1000 കോടി നിക്ഷേപം, 5000 തൊഴിലവസരം എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് എന്തെല്ലാമാണ് വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ എന്ന് പറയുന്നൊരു വാർത്തയാണ് കേരള കൗമുദി നൽകിയിട്ടുള്ളത്. എന്നാൽ അതേസമയം തന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് SNDP യോഗം പബ്ലിക് ചാരിറ്റി ട്രസ്റ്റ് ആണെന്ന ഉത്തരവിന് സുപ്രീം കോടതിയുടെ സ്റ്റേ എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് അദാനി കുടുംബത്തിന്റെ ആഘോഷം തന്നെയാണ്. അനന്തും രാധികയും വിവാഹിതരായി എന്നുള്ള വാർത്തയാണ് കേരള കൗമുദി അതീവ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അദാനി കുടുംബത്തിന്റെ ആഘോഷം, അനന്തും രാധികയും വിവാഹിതരായി എന്ന വാർത്ത അത് കൗമുദി പ്രാധാന്യത്തോടു കൂടി തന്നെ ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അത് മറ്റു പത്രങ്ങളെല്ലാം തന്നെ അത് കേവലം ഫോട്ടോയിൽ ഒതുങ്ങി ഉൾപേജുകളിലേക്കാണ് വാർത്ത പോകുന്നതെങ്കിൽ കൗമുദിയിൽ അത് ഫ്രണ്ട് പേജിൽ തന്നെ വാർത്തയും ഫോട്ടോയും സഹിതം കൊടുത്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാന കാര്യം ഉൾപേജിലും രസകരമായി തന്നെ ആ വിവാഹത്തെ സംബന്ധിച്ച വാർത്ത നൽകിയിട്ടുണ്ട്. മാംഗല്യം തന്തുനാനേന എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാമാണ് ആ ഒരു വിവാഹ ചടങ്ങിന്റെ സവിശേഷതകൾ എന്നെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ഇനി അടുത്ത പത്രത്തിലേക്ക് വരികയാണെങ്കിൽ അത് മാധ്യമമാണ്. മാധ്യമത്തിൽ വിഴിഞ്ഞം വിരിഞ്ഞു എന്നാണ് മാധ്യമം തലക്കെട്ട് നൽകിയിട്ടുള്ളത്. വിവാസവനും പിണറായി വിജയനും ബലൂണുകളെല്ലാം തന്നെ പിടിച്ചു നിൽക്കുന്ന രസകരമായൊരു ചിത്രവും മാധ്യമം നൽകിയിട്ടുണ്ട്. കണ്ടെയ്നർ കപ്പലിന് ആവേശോജ്വല വരവേൽപ്പ്. 2028 വിഴിഞ്ഞം സമ്പൂർണ്ണ തുറമുഖമാകുമെന്നുള്ളൊരു വാർത്തയാണ് മാധ്യമത്തിൽ വരുന്നത്. 7 വർഷത്തിനിടെ നഷ്ടമായത് 16.45 ലക്ഷം തൊഴിൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാമാണ് രാജ്യത്ത് ഈ ഒരു 7 വർഷം കൊണ്ട് സംഭവിച്ചത് എന്നുള്ള ഒരു വാർത്ത കൂടി മാധ്യമം അതീവ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നീതി ആയോഗ് സൂചികയിൽ കുതിപ്പ് തുടർന്ന് കേരളം എന്ന വാർത്തയാണ്. കേരളം ഇത് ആദ്യമായിട്ടല്ല ഈ ഒരു 1ാം സ്ഥാനത്തേക്ക് എത്തുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. കേരളത്തിന്റെ ആ കുതിപ്പ് അങ്ങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മാധ്യമം സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ടാണ്. ജയിൽ മോചനമായില്ല, കെജ്രിവാളിന് ഇടക്കാല ജാമ്യം എന്നാണ് ആ തലക്കെട്ട് മാധ്യമം നൽകിയിരിക്കുന്നത്. സമഗ്ര AI നയം പ്രഖ്യാപിച്ച് സർക്കാർ എന്ന് പറയുന്ന സർക്കാരിന്റെ പുതിയ ഒരു വികസനത്തിലേക്കുള്ള അല്ലെങ്കിൽ സാങ്കേതിക രംഗത്തെ ഒരു ചുവടുവെപ്പ് കാണിക്കുന്ന ഒരു വാർത്ത കൂടി മാധ്യമം ഫ്രണ്ട് പേജിൽ തന്നെ നൽകാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്.